പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 18-ാം തീയതി ആമേൻ ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗ്ഗ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു അല്ലേ. ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നടത്തിയത്, എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് കർത്താവ് നടത്തിയത്. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിൽ, അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിൽ, ശ്രേഷ്ഠമായി നമ്മളെ നടത്തുന്ന കർത്താവിന് കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ നമുക്ക് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. കരങ്ങളെ ഉയർത്തി എന്ന് പറഞ്ഞ് എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരിക്കലൂടെ പറഞ്ഞാണ്ട് കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കർത്താവ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തെ പോലെ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ല. നമ്മുടെ ദൈവത്തെ പോലെ ആമേൻ നമുക്ക് വേണ്ടി ഇടപെടുന്ന മറ്റൊരു കർത്താവില്ല. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നു, നമുക്ക് വേണ്ടി വീര്യപ്രവൃത്തികളെ ചെയ്യുന്നു നമ്മുടെ നല്ല കർത്താവിൻ്റെ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. കരം ഉയർത്തി പറ സ്തോത്രം 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 സ്തോത്രം. സന്തോഷത്തോടെ പറ സ്തോത്രം സ്തോത്രം സ്തോത്രം. അതുകൊണ്ടല്ലേ 136-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവൻ. 136-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്താണ്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതിനകത്ത് പറയുന്നു 4-ാമത്തെ വാക്യം, ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ 26-ാമത്തെ വാക്യം പറയുന്നു, സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചിട്ട് അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സംഭവിക്കും. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നലെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നന്ദി പറയുന്നു. ഇന്നലെ ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തിയതിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുള്ളതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. എല്ലാവിധ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ആമേൻ. രോഗത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്തോത്രം. എല്ലാ തരത്തിലുള്ള ആസ്മയും വലിവിൻ്റെ അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വലിവിൻ്റെ അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. അതുപോലെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ റുമറ്റോയിഡ് ആർത്രൈറ്റിസും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരം വിട്ടുപോട്ടെ. ജോയിൻറ്റ് പെയിനുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ശരീരത്തെ ബന്ധിച്ച് ജോലിക്ക് വിടാൻ അനുവദിക്കാതെ, ആമേൻ, സന്തോഷം അനുഭവിക്കാൻ അനുവദിക്കാതെ, ആമേൻ 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 ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രോഗത്തിൻ്റെ ആത്മാക്ക് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. അതുപോലെ തൻ്റെ മക്കളുടെ ജോലി സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകണം. സാമ്പത്തിക ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടാകണം. കർത്താവെ, ഇന്നലത്തെ മാത്സ് എക്സാം എളുപ്പമാക്കി കൊടുത്തതിന് സ്തോത്രം. ഇന്ന് കർത്താവെ, ഇനിയുള്ള ബോർഡ് എക്സാമുകളിലും കുഞ്ഞുങ്ങളുടെ കൂടെ കർത്താവിൻ്റെ കരമുണ്ടാകണമേ. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ആമേൻ, ഇന്നും നാളെ ഒക്കെ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. അല്ലാത്തുള്ള എക്സാംസിലും കർത്താവിൻ്റെ കൃപയുണ്ടാകണം. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതം ഞങ്ങൾ വീണ്ടും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. പരിശുദ്ധാത്മാവിന് ഞങ്ങൾ നന്ദി പറയുന്നു. സഭയും കുടുംബത്തെ പരിപാലിക്കണം. കർത്താവെ, ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമാക്കി തരണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണം. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചാട്ടെ, ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഉപദേശം തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നത് തൻ്റെ അവസാന മെസ്സേജുകളിലാണ്. 14-ാം അധ്യായം മുതൽ താൻ ക്രൂശീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരുക്കം, തൻ്റെ ശിഷ്യന്മാരെ ഒരുക്കുന്നതാണ്. അപ്പം
ഈ 15-ാമത്തെ അധ്യായം പറയുന്നത് മതത്തെക്കുറിച്ചല്ല പറയുന്നത്. 15-ാമത്തെ അധ്യായം പറയുന്നത് ബന്ധത്തെക്കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും പറഞ്ഞാട്ടെ, റിലേഷൻഷിപ്പ്, യേശുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം എനിക്ക് വേണ്ടി നിങ്ങൾ പണി ചെയ്താൽ നിങ്ങൾ അധികം ഫലം കായ്ക്കുമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. അപ്പം ആമേൻ, ആക്ടിവിറ്റി അല്ല ആദ്യം, അല്ലെങ്കിൽ വർക്കല്ല ആദ്യത്തെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ യേശുവുമായിട്ട് ബന്ധമുള്ളവൻ, അല്ലെങ്കിൽ ദൈവവുമായിട്ട് ബന്ധമുള്ളവൻ. ഇറ്റ് ഈസ് ഇൻറ്റിമസി ഫസ്റ്റ്. എല്ലാവരും പറഞ്ഞാൽ ബന്ധമാണ് ആദ്യം വലുത്. അപ്പം യേശു പറയുക, എന്നിൽ വസിപ്പീൻ. ആമേൻ, വസിക്കുമ്പോഴാണ് എന്ത് പുറത്തു വരുന്നത്? ഫലങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 23 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്ന ഫലങ്ങളുണ്ട്. ആ ഫലങ്ങളൊക്കെ എപ്പോഴാണ് പുറത്തു വരുന്നത്? നമ്മൾ യേശുവിൽ വസിക്കുമ്പോൾ. നമുക്ക് നാച്ചുറലി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് കൃത്രിമമായിട്ട് ഫലം കായ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ യേശുവിൽ വസിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഫലം പുറത്തു വരുന്നത് ആർട്ടിഫിഷ്യലായിട്ടല്ല, കൃത്രിമമായിട്ടല്ല, അത് നമ്മുടെ നിന്ന് തന്നെ അങ്ങ് വരികയാണ്. അപ്പം നമ്മുടെ ക്യാരക്ടർ, സ്നേഹം, സന്തോഷം, സമാധാനം, സൗമ്യത, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയജയം, ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ കർത്താവിൽ വസിക്കുമ്പോൾ. അതുപോലെ യേശുവിൽ വസിക്കുമ്പോഴത്തേക്കിനും നമ്മളിൽ ആ യേശുവിൻ്റെ രൂപവും ഭാവവും ആത്മാക്കളെ നേടണമെന്നുള്ള ആഗ്രഹം, നമ്മുടെ ഇൻഫ്ലുവൻസ് വർദ്ധിക്കും, നമ്മുടെ ആത്മീക വളർച്ചയുണ്ടാകും, നമ്മുടെ ശുശ്രൂഷകളിൽ മാറ്റം വരും. എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിൽ വസിക്കുന്നതനുസരിച്ച് നമ്മളിൽ നിന്ന് ദൈവീകമായ അനുഭവങ്ങൾ ധാരാളമായി പുറത്തു വരാൻ തുടങ്ങും. നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുന്നതല്ല, പക്ഷേ കർത്താവിൽ വസിക്കുന്നത് കൊണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൻ്റെ കൊമ്പ്, ആ വൃക്ഷത്തിൻ്റെ ശിഖരം എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ ശിഖരം ആ മരത്തോട് ചേർന്നിരിക്കുമ്പോൾ അതിന് ഇല വരുന്നതിനോ ഫലം വരുന്നതിനോ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ അതിനെ ആ മെയിൻ സ്റ്റമ്പിൽ നിന്ന്, ആ പ്രധാനപ്പെട്ട ആ വൃക്ഷത്തിൻ്റെ ഇതിൽ നിന്നും അതിനെ വെട്ടിക്കളഞ്ഞാലോ അല്ലെങ്കിൽ മാറ്റിവെച്ചാലോ അത് താരതമ്യേന കാലക്രമേണ അതങ്ങ് ഉണങ്ങിപ്പോകും. അതിനകത്തൊന്നും ഒരു ഫലവും വരത്തില്ല. ഫലം കായ്ക്കാൻ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഫലം കായ്ക്കത്തില്ല. കാരണം എന്നാ? അതുമായിട്ട് അറ്റാച്ച്ഡ് അല്ല. പക്ഷേ അതിനോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം ഫലം എത്ര നാൾ വേണമെങ്കിലും വരും. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ നമുക്ക് എത്ര വില കൂടിയ ഫോണാണെങ്കിലും അതിനെ നമ്മൾ പ്ലഗുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ അല്ല ചാർജ് ആകത്തുള്ളൂ, അല്ലാതെ ഒന്ന് കാണിച്ചാൽ ചാർജ് ആകുമോ? ഇല്ല, കണക്ഷൻ ഉണ്ടാകണം. ഇതുപോലെ യേശുവുമായിട്ട് കണക്ഷൻ ഉണ്ടാകണം. മേരി എന്നാ ചെയ്തത്? മേരി യേശുവിൻ്റെ കാൽക്കലിരുന്നു. അത് കർത്താവുമായിട്ടുള്ള കണക്ഷനെ കാണിക്കുന്നു. പത്രോസിനെ കുറിച്ച് അപ്പോസ്തലർ പ്രവൃത്തി 4-ാം അധ്യായത്തിൽ പറയുന്നു. പത്രോസിൻ്റെ പ്രത്യേകതകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾ റെക്കഗ്നൈസ് ചെയ്തു, ആളുകൾ തിരിച്ചറിഞ്ഞപ്പോൾ ഇവൻ യേശുവിൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറയുക. ഇന്ന് പ്രഭാതി പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ചും അങ്ങനെ പറയും. നമ്മളിൽ നിന്ന് വരുന്ന ഫലം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സുകളും കാണുമ്പോൾ പറയണം, ഇവർ ശരിയായിട്ടും ഇവർ പാട്ട് പാടുന്നവർ കറക്റ്റാണ്, ഇവർ ആരാധിക്കുന്നവർ, ഇവർ ദൈവത്തെ അറിയുന്നവർ എന്ന് പറയണമെങ്കിൽ നമ്മൾ യേശുവിനോടുകൂടെ ജീവിക്കുന്നവരായിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം. ഒന്നാമത് എന്ത് ചെയ്യണം? ദൈവവചനം ശക്തമായി നമ്മുടെ ഉള്ളിലുണ്ടാകും. വചനം ദിനവും ധ്യാനിക്കണം. നമ്മൾ പലരും വചനം വായിച്ചു വിടുക. ഒറ്റ ഓടിയിൽ ഒരു അധ്യായം വായിച്ചു, 2 അധ്യായം വായിച്ചു, അങ്ങനെയല്ല. വചനം ധ്യാനിക്കണം, എന്നിട്ട് ചിന്തിക്കണം, നമ്മളോട് സംസാരിക്കണം. വചനം കണ്ണാടിയാണ്. നമ്മൾ വചനത്തിലൂടെ നമ്മുടെ കുറവുകളെ കണ്ടെത്താൻ പഠിക്കണം. വചനത്തിലൂടെ നമ്മൾ ആരാന്ന് മനസ്സിലാക്കാൻ പഠിക്കണം. വചനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് പഠിക്കണം. അടുത്തത് പ്രാർത്ഥനയാണ്. കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ഈ എമർജൻസി പ്രയർ ഉണ്ടല്ലോ, എല്ലാവരും ആവശ്യം വരുമ്പോൾ ഓടിപ്പോവുക. ഇപ്പം പിള്ളേരുടെ പരീക്ഷ വരിക, ചില മാതാപിതാക്കൾ ഭയങ്കര ഉപവാസവും പ്രാർത്ഥന, അങ്ങനെയുള്ള പ്രാർത്ഥനയല്ല. കർത്താവിനോട് കൺസിസ്റ്റൻ്റായിട്ട് പ്രാർത്ഥിക്കുക. ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക. ഒബീഡിയൻസ്, ദൈവവചനത്തെ അനുസരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15:10 യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ സൂക്ഷിച്ചാൽ നിങ്ങൾ എന്നിൽ വസിക്കുക. അടുത്തത് പരിശുദ്ധാത്മാവിന് സെൻസിറ്റീവായിട്ട് നിൽക്കണം. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തരുന്നത് എപ്പോഴും ഗ്രഹിക്കുവാൻ ശ്രമിക്കണം. എങ്കിലേ നമുക്ക് മുന്നേറാൻ കഴിയത്തുള്ളൂ, കർത്താവിനോടുകൂടെ വസിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മൾ കർത്താവുമായിട്ട് നമ്മളെ അടുപ്പിക്കുന്ന എല്ലാ ഡിസ്ട്രാക്ഷൻസും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. സ്പിരിച്വൽ ഡിസ്ട്രാക്ഷൻസ്, റിമൂവ് സ്പിരിച്വൽ ഡിസ്ട്രാക്ഷൻസ്. ലൈക്ക് ഇപ്പം ചില കൂട്ടുകെട്ടുകൾ കർത്താവിൽ നമ്മളെ അകറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡിസ്ട്രാക്ഷൻസ് മാറ്റിവെക്കണം, ചില സ്വഭാവങ്ങൾ മാറ്റിവെക്കണം. അപ്പോൾ സ്പിരിച്വൽ ഡിസ്ട്രാക്ഷൻസിനെ നമ്മൾ മാറ്റിക്കഴിയുമ്പോൾ നമ്മുടെ അകത്ത് ആ കർത്താവുമായിട്ടുള്ള സ്നേഹം വരും. നമ്മൾ കർത്താവിൽ വസിക്കാൻ തുടങ്ങും. അപ്പോൾ കർത്താവിൽ വസിക്കുമ്പോൾ 1-2 തെളിവുകൾ പറയാം. ഒന്ന്, ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പറയും, അയ്യോ ഇത് ഞാൻ തെറ്റാ ചെയ്തത്, ഇത് ഞാൻ ചെയ്യാൻ പാടില്ല, കാരണം ഇത് കർത്താവിന് ഇഷ്ടമല്ലെന്ന് നമുക്ക് ഉള്ളിൽ ബോധ്യം വരും. ഒരു ചെറിയ കള്ളം പറയുമ്പോൾ, ചെറിയൊരു തെറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ നമ്മുടെ ഭയങ്കര ദാഹമായിരിക്കും ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനം കേൾക്കാനും ആരാധനയ്ക്ക് പോകാനും ഒക്കെ നമുക്ക് ഭയങ്കര ദാഹമുണ്ടാകും. അതുപോലെ നമ്മളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആത്മീകമായ ഫലങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും.
പിന്നെ ഏത് ടെംപ്റ്റേഷന് മുമ്പിലും നമുക്ക് ഭയങ്കര ഉറപ്പുണ്ടാകും, ഞാൻ ഇതിനകത്ത് ജയിക്കും. അല്ലെങ്കിൽ ഈ ടെംപ്റ്റേഷനെ ശത്രു നമ്മളെ തള്ളുമ്പോൾ നമ്മൾ വീഴത്തില്ല. നമുക്ക് മനസ്സിലാവും ഇത് ശത്രു തള്ളുന്നതാണ്, എനിക്ക് വീഴാൻ പാടില്ല എന്നൊരു ബോധ്യം കിട്ടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെല്ലാവരും യേശുവുമായിട്ട് ആ ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് വൃക്ഷത്തിൽ എങ്ങനെ പറ്റിയിരിക്കുന്നു, മുന്തിരി കൊമ്പിൽ എങ്ങനെ ചേർന്നിരിക്കുന്നു, അത് മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കൊമ്പ് പോലെ ആയിത്തീരുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ആമേൻ. ഒരു കാര്യം ഓർത്തോണം, യേശുവിനോട് ചേർന്ന് നിൽക്കാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയത്തില്ല. നമുക്ക് പലർക്കും ആ ഫലം കായ്ക്കണം, ഭയങ്കരമായിട്ട് ജീവിക്കണം, പക്ഷെ ചേർന്ന് നിൽക്കാൻ തയ്യാറില്ല. ചേർന്ന് നിന്നെങ്കിലേ ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഞങ്ങളെല്ലാവരും അങ്ങയോട് ചേർന്ന് നിന്ന് കൂടുതൽ ഫലം കായ്ക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മറക്കല്ലേ, വൈകിട്ടത്തെ മീറ്റിംഗ് മറക്കല്ലേ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ഉയർത്തിപ്പോൾ ഞാൻ അവൻ എൻ്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി, നന്മയും കണ്ണി എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.